സാർ, നെയ്യാറ്റിൻകരയിൽ ഗ്രീഷ്മ ഷാരോണിനെ കൊന്ന കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നാണ് കോടതി പരിഗണിച്ചത്. ആർജിക്കർ കേസ് ബംഗാളിൽ നടന്ന് അതിൻ്റെ വിധിയും വന്നു. അതിലെ പ്രതിക്ക് ജീവപര്യന്തം. അപ്പം ഈ രണ്ട് കേസും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ ഈ ഗ്രീഷ്മയ്ക്ക് കൊടുത്ത വധശിക്ഷ അത്ര കൃത്യമായൊരു നിലപാട് തന്നെയാണോ? ആളുകൾക്കിടയിൽ തന്നെ പല അഭിപ്രായങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതിൽ ആദ്യം പറയേണ്ടത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് ഈ ഗ്രീഷ്മ ഷാരോണിനെ കൊന്നത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഈ വധശിക്ഷയൊക്കെ ലോകത്ത് വലിയ ചർച്ചയാവുന്നതാണല്ലോ. മനുഷ്യർക്ക് വധശിക്ഷ കൊടുക്കാമോ എന്നുള്ള കാര്യം തന്നെ. അപ്പോൾ ആർജിക്കർ കേസിൽ സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം മാത്രമല്ല കുറേ ലക്ഷങ്ങളോ മറ്റോ ഡോക്ടറുടെ കുടുംബത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുത്തില്ല എങ്കിൽ കുറേ കാലം കൂടി ജയിലിൽ കിടക്കുക എന്നുള്ളതാണല്ലോ. അയാളെ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാണ്. അപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമാണ് ഗ്രീഷ്മ ചെയ്ത ഷാരോണിൻ്റെ കൊലപാതകം എന്നുള്ള കോടതി വിലയിരുത്തൽ. ഈ ആർജിക്കർ മറ്റേ കേസ്, ആ ജൂനിയർ ഡോക്ടറെ അയാൾ കൊന്നത് ഇത്രയും ഒരു ആശുപത്രിയും മെഡിക്കൽ കോളേജും ഒക്കെ ചേർന്ന സ്ഥലമാണല്ലോ. അതെ. അത് അപൂർവങ്ങളിൽ അപൂർവമല്ലേ? അതാണ് അതിൻ്റെ പ്രശ്നം. ഒന്ന്, അപൂർവങ്ങളിൽ അപൂർവമാണെങ്കിൽ ഈ ആർജിക്കറും അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരു ജൂനിയർ ഡോക്ടറെ കൊന്നാണല്ലോ. അവർക്കും ഭാവി ചെറിയ പ്രായമല്ലേ, അവർക്കും ഇനി ജീവിതമുണ്ടല്ലോ. ഇവിടെ എനിക്ക് ചെറിയ പ്രായമാണ്, ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്നൊക്കെ ഗ്രീഷ്മ പറഞ്ഞിരുന്നു. എനിക്കും ജീവിതമുണ്ട്, എനിക്കും ഇനി പഠിക്കണം അല്ലേ, ജോലി ചെയ്യണം, അതുകൊണ്ട് ഇളവ് വേണം എന്നൊക്കെ അവരും അപേക്ഷിച്ചിരുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ കേസ് ഗ്രീഷ്മയുടെ എന്ന് പറയാനായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രീഷ്മയുടെ ഒരു വാദം കോടതിയുടെ മുമ്പിൽ മുൻപ് ക്രിമിനൽ കേസുകളിലൊന്നും പ്രതിയല്ല എന്നുള്ളതാണ്. അത് കോടതി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് അസാധാരണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വാദം കോടതി തള്ളിക്കളഞ്ഞത് എന്താണെന്നറിയോ? മുമ്പും ഈ ഷാരോണിനെ കൊല്ലാൻ ശ്രമം നടത്തിയതാണ് എന്നുള്ളതാണ്. അതായത് ഒരേ ആളിൻ്റെ കേസിൽ തന്നെയാണ് ഇത്, അല്ലാതെ മുൻപൊരു കൊലപാതകം നടന്നതിൻ്റെ അല്ലത്. ഒന്നിലധികം അറ്റംപ്റ്റ് നടത്തി എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരാളുടെ കേസിൽ തന്നെയാണല്ലോ. ഒരാളുടെ കൊന്നുവെങ്കിൽ അവസാനം കൊല്ലപ്പെട്ടല്ലോ. അതെ. ഇതിന് പലതരം, ആരെ കൊല്ലാനാണെങ്കിലും പലതരം ആലോചനകൾ നടക്കും ഇല്ലേ? കെന്നഡി കൊല്ലാൻ നടന്ന ഓസ്വാൾഡ് ഇല്ലേ? അതെ. ഓസ്വാൾഡ് പലതരം ആലോചനകൾ നടത്തി കാണില്ലേ? കെന്നഡിയെ കൊല്ലുന്നതിന് മുമ്പ് ഇന്ന സ്ഥലത്ത് വെച്ച് ഒരു അറ്റംപ്റ്റ് അതിന് മുമ്പ് നടന്നിട്ടുണ്ടാവാം, 2 or 3 അറ്റംപ്റ്റൊക്കെ നടന്നിട്ടുണ്ടാവാം. പക്ഷേ ഓസ്വാൾഡ് അതിന് മുമ്പ് ആരെങ്കിലുമൊക്കെ കൊല്ലാൻ ശ്രമിച്ചാലല്ലേ ഒരു മുൻ ശ്രമമായിട്ട് വരുള്ളൂ. അത്രേ ഉള്ളൂ. അതിനു മുമ്പ് ആ ജംഗ്ഷനിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചു നവംബറിൽ, ഈ ജംഗ്ഷനിൽ വെച്ച് ഡിസംബറിൽ ശ്രമിച്ചു. ഇതൊക്കെ മുൻ ക്രൈമുകളായിട്ട് സാധാരണഗതിയിൽ കരുതുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ, മുമ്പൊരു ജ്യൂസ് കുടിപ്പിക്കാനായിട്ടുള്ള ശ്രമം. അതെ. ജ്യൂസിന് കയ്പുണ്ടായിരുന്നു. അതെ. അപ്പോൾ അതുകൊണ്ട് കുടിച്ചില്ല. എന്നാൽ പിന്നെ കയ്പുള്ള കഷായം തന്നെ ആകട്ടെ. അങ്ങനെയാണെങ്കിൽ ആ ചാലഞ്ച് വരുമ്പോൾ, കഷായ ചാലഞ്ച് വരുമ്പോൾ കയ്പൊരു പ്രശ്നമായിട്ട് എടുക്കില്ലല്ലോ. പിന്നെ ഇവർ നന്നായിട്ട് ഗവേഷണമൊക്കെ നടത്തിയിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ആ കേസിൽ. ആ കേസിൻ്റെ അകത്ത് ഏറ്റവും വലിയ അപാകതയായിട്ട് വരുന്നൊരു ഭാഗം ഉണ്ട് അതിൻ്റെ അകത്ത്. അതെന്താണ്? ഈ വിഷത്തിൻ്റെ അംശം ജഡത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കുമ്പോൾ അങ്ങനെ തെളിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ കോടതിക്ക് അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലേ പിന്നെ അങ്ങനെ കോടതി അത് വിശ്വസിച്ചത്? അതെനിക്കറിയില്ല. കോടതി ജഡത്തിൽ നിന്ന് അതായത് ഒരു കളനാശിനി, ഈ അമ്മാവൻ കൃഷിക്കാരനോട് കളനാശിനിയൊക്കെ മേടിച്ചു വെക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങളിൽ പോലീസ് തിരക്കഥ ഉണ്ടാക്കും നന്നായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ഗ്രീഷ്മ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പറയുന്നതല്ല, സാധാരണ മനുഷ്യർ പറയുന്ന രീതിയിലും അല്ല. ഞാൻ ലീഗലി ഇത് എങ്ങനെയാണ്, പല കേസുകളിൽ ഞാനും പോയിട്ടുണ്ട്, ജോളി വധ കേസുമൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് പണ്ട്. അതുകൊണ്ട് ഇത് കാണുമ്പോൾ കോടതിയുടെ മുമ്പിൽ തെളിവാണല്ലോ വേണ്ടത്. അതെ. തെളിവ് വെച്ചിട്ടാണ് നോക്കുക. ആളുകൾ കൊന്നിട്ടൊക്കെ ഉണ്ടാവും, കോടതി തെളിവ് വെച്ചിട്ടാണ് നോക്കുക. നാട്ടുകാരും പത്രങ്ങളും ചാനലുകളും പറയുന്ന അനുസരിച്ചിട്ടല്ല. ഇതിൽ ജഡത്തിൽ നിന്ന് വിഷാംശത്തിൻ്റെ തെളിവ് കിട്ടിയിട്ടില്ല. ആന്തരികാവയവ
പരിശോധനയുടെ റിപ്പോർട്ടിൽ നിന്നാണല്ലോ ഇത് കിട്ടുന്നത്. അതെ. വിസറ, അതിൽ നിന്ന് വിഷം ഉള്ളിൽ ചെന്നതിന് തെളിവ് കിട്ടിയിട്ടില്ല. പക്ഷേ കോടതി എന്ന് പറയുന്നത് മനുഷ്യത്വത്തോട് കുറച്ച് കൂടുതൽ അടുത്ത് നിൽക്കുന്നു. അതുകൊണ്ട് 11 ദിവസമാണ് ഈ ഷാരോൺ ആശുപത്രിയിൽ വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ കിടന്നത്. ഈ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും ഷാരോൺ ഈ ഗ്രീഷ്മയുടെ പേര് ആ പറഞ്ഞില്ല. ഭാഗം മുഴുവൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഈ ഷാരോൺ അവസാനം മരണക്കിടക്കയിൽ വെച്ചിട്ട് പോലും ഗ്രീഷ്മയുടെ പേര് പറഞ്ഞില്ല എന്നൊക്കെ. ഇതൊക്കെ നമുക്ക് ഈ സീരിയലുകൾ ഉണ്ടല്ലോ, ഈ ടി വിയിലൊക്കെ വരുന്നത്, അതിൻ്റെയൊക്കെ സ്വാധീനം പോലെയാണ് എനിക്ക് തോന്നുന്നത്. വൈകാരിക പ്രതികരണങ്ങളാണത്. പ്രതിഭാഗം ഉന്നയിച്ചതാ. അങ്ങനെ ഉന്നയിച്ചിരുന്നു അവർ. ഇത് അപൂർവങ്ങളിലുള്ള അപൂർവമായ കേസാണെന്നും ഇതേ വാചകമൊക്കെ പിശാചിനെ പോലെയാണ് പെരുമാറിയതെന്നൊക്കെ, ഡെവിളിഷ് എന്നുള്ള പ്രയോഗമൊക്കെ നടത്തിയിരുന്നു ഈ പ്രോസിക്യൂഷൻ. ഞാൻ ഈ പറഞ്ഞത് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞ, അതായത് ഈ അവസാന നിമിഷം പോലും ഇവരുടെ പേര് പറഞ്ഞില്ല. മാത്രവുമല്ല, ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ, കോടതിയുടെ മുമ്പിൽ വൈകാരിക പ്രതികരണങ്ങളല്ല, കോടതിയുടെ മുമ്പിൽ തെളിവാണ്. ഇപ്പോ ആ ജലന്ധറിലെ ഒരു ബിഷപ്പിന്റെ കേസിൽ വിട്ടില്ലേ, വിട്ടു എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നാട്ടുകാർ വിചാരിക്കുന്നത്. എന്താണ്, കന്യാസ്ത്രീയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണല്ലോ. പക്ഷെ അയാൾക്കെതിരെ തെളിവില്ല എന്നാണ് പറഞ്ഞത്. തെളിവില്ല, അതുകൊണ്ട് വിട്ടു. നാട്ടുകാർക്ക് രോഷമൊക്കെ ഉണ്ടാവും. അതെ, ശരിയാ. ഇവിടെ അങ്ങനെ സംഭവിക്കില്ല. ഇപ്പൊ ജനങ്ങളുടെ മനസ്സിൽ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു പിശാചിന്റെ മുഖമുള്ള സ്ത്രീ, അതുകൊണ്ട് അവർക്ക് അവർ കുറ്റക്കാരിയാണ്, അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. നാളെ അവർ അപ്പീൽ പോയിട്ട് സാറ് പറയുന്നത് പോലെ ഇതിൽ കൃത്യമായ എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതേ ജനറേഷൻ ഉണ്ടാവില്ലേ? പഴയ മാടത്തെരുവ് മൈനത്തെരുവ് എന്നൊക്കെ പറഞ്ഞ സിനിമ ഒന്നില്ലേ, അതെ, ആ കേസിലും അവസാനം മറ്റേ ഇളവ് വന്നില്ലേ കോടതിയിൽ, അപ്പീൽ കോടതിയിൽ വന്നപ്പോൾ എൻ്റെ ഓർമ്മ പി ടി രാമൻ നായരായിരുന്നു എന്നാണ് തോന്നുന്നത്. അവിടെ കുഞ്ഞിരാമൻ മേനോൻ, വലിയ വക്കീലില്ലേ കോഴിക്കോട്ടെ, അദ്ദേഹമാണ് ആദ്യം മറ്റേ അതെ എന്നാണ് തോന്നുന്നത്. നമ്മുടെ IAS ഉണ്ടായിരുന്ന ഭരത് ഭൂഷണില്ലേ, ഭരത് ഭൂഷണിൻ്റെ അച്ഛനായിരുന്നു ജഡ്ജി എന്നാണ് എൻ്റെ ഓർമ്മ. അത് അപ്പീലിലൊക്കെ പിന്നെ ഇളവൊക്കെ വന്നതാണല്ലോ. ഇതിൻ്റെ അകത്ത് ഈ പ്രശ്നമുണ്ട്, ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത്. നാട്ടുകാർക്ക് സന്തോഷമായിരിക്കും, ഷാരോണിൻ്റെ കുടുംബത്തിന് സന്തോഷമായിരിക്കും, ഈ ടെലിവിഷൻ പരമ്പരകൾ കാണുന്നവർക്കൊക്കെ സന്തോഷമൊക്കെ ആയിരിക്കും. അങ്ങനത്തെ വാചകങ്ങളാണ്. ഇതിൽ PG ജോൺസൺ എന്ന് പറഞ്ഞ ആളാണല്ലോ ഇത് അന്വേഷിച്ചത്. അദ്ദേഹം ഗംഭീരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വൈകാരിക പ്രതികരണത്തിന് പറ്റിയ വാചകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇന്ന് വരുന്നത് ഞാൻ കേട്ടു. എനിക്ക് ആ സംഭാഷണം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, ചെയ്ത ക്രൈമിൻ്റെ കുറ്റത്തിൻ്റെ മുഴുവൻ തെളിവ് ചുമന്ന് നടക്കുകയായിരുന്നു ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ കുറേ ചിത്രങ്ങളുണ്ടല്ലോ, ഈ എന്തൊരു ചാലഞ്ചിൻ്റെ ചിത്രം, ജ്യൂസ് കുടിക്കുന്നതിൻ്റെ, ഇവരൊരുമിച്ച് നിൽക്കുന്നതിൻ്റെ, ഏതൊരു റിസോർട്ടിൽ പോയതിൻ്റെ, ഈ ചിത്രങ്ങൾ കൊണ്ട് കൊലപാതകം തെളിയുന്നത് എങ്ങനെയാണ്? ഈ ചിത്രങ്ങൾ കൊണ്ട് ഇവർ തമ്മിലൊരു അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളതല്ലേ തെളിയുള്ളൂ. അത്രേ ഉള്ളൂ. കൊലപാതകം തെളിയണം എന്നുണ്ടെങ്കിൽ വിഷം അകത്തിയെന്നതിൻ്റെ, ഇവർ വിഷം മേടിച്ചതിൻ്റെ ഒക്കെ വേണമല്ലോ. ഇവരല്ലല്ലോ വിഷം മേടിച്ചത്. ഇവരെവിടെങ്കിലും കടയിൽ പോയി വിഷം മേടിച്ചതായിട്ട് തെളിവുണ്ടാവില്ല. ഇവരൊരു കടയിൽ പോയി ജ്യൂസോ മറ്റോ മേടിച്ചതിന് ഒരു ജ്യൂസ് കടക്കാരൻ സാക്ഷിയായിരുന്നു. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട സാക്ഷിയായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജോൺസൺ പറയുന്ന ഈ ജ്യൂസ് കടക്കാരൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ പോലെ തന്നെ കോടതിയിൽ പറഞ്ഞിരുന്നു എന്നാണ്. അതാണ് നിർണായക തെളിവായിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നതായിട്ട് ഞാൻ ടെലിവിഷനിൽ കണ്ടത്. ജ്യൂസ് കടക്ക ആർജിക്കർ കേസിലും അങ്ങനെയാണ് ചെയ്തത്. അയാൾ കുറ്റവാളിയാണെന്ന് വിധിച്ചു, അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കാമല്ലോ. അപൂർവങ്ങളിൽ അപൂർവമായ കേസിലെ വധശിക്ഷ പാടുള്ളൂ. പിന്നെ വധശിക്ഷയാണെങ്കിൽ ഹൈക്കോടതി അത് എൻഡോഴ്സ് ചെയ്യണം, അക്നോളജ് ചെയ്യണം. പിന്നീട് അംഗീകാരത്തിന് അത് ഹൈക്കോടതിയിലൊക്കെ വരും, വീണ്ടും വാദങ്ങളൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ ഇത് അപൂർവങ്ങളിൽ ഞാൻ ഇത് വധശിക്ഷ ഇതിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമാണോ എന്നുള്ള ചോദ്യം എപ്പോഴും മനസ്സിൽ ഉയരുമല്ലോ, അങ്ങനെയും തോന്നിയില്ല. ഒരാളെ കൊന്നിട്ടുണ്ട്, ശരിയാണ്. അത് കാമുകിയെ കൊന്നിട്ടുണ്ട് ഇല്ലേ, കാമുകനെ കൊന്നിട്ടുണ്ട്. ഓമന എന്ന് പറഞ്ഞൊരു സ്ത്രീ കാമുകനെ കൊന്ന് പല കഷ്ണാക്കി സൂട്ട് കേസിലും കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് നടന്നിട്ടുള്ളതാണ്. എല്ലാത്തിലും വധശിക്ഷയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് 2 കേസ് ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏതാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരുന്നത്.
അപ്പോൾ ഈ ഗ്രീഷ്മ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ അപ്പോൾ ഈ ആദ്യത്തെ ജഡ്ജി ഇപ്പം നിലവിൽ വിധി പറഞ്ഞ ജഡ്ജി ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളൊരു അത് നമ്മൾ പറയില്ലല്ലോ, കാരണം കോടതി ചെയ്യുന്നതൊക്കെ ശരിയായിരിക്കാം. നമുക്ക് ഈ ഇന്റൻഷനെ ചെയ്യാൻ പാടില്ലല്ലോ കോടതിയുടെ. അതെ, നമുക്ക് വിധിയെ ക്രിട്ടിസൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതേ കോടതി മുമ്പും ഒരു വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ 1985 ശേഷം ഇന്ത്യയിൽ ഒരു സ്ത്രീയെ പോലും തൂക്കിക്കൊന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ സ്വാഭാവികമായിട്ടും അപ്പീൽ പോയി കഴിഞ്ഞാൽ സ്ത്രീ എന്ന പരിഗണന ഉണ്ടാവും. പിന്നെ മാത്രമല്ല ഇവൾ ഭയങ്കര മിടുക്കിയാണ്, ബ്രില്യൻ്റ് ആയിട്ട് കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസമുള്ള കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ജയിലിലെ ഓഫീസ് ജോലികളൊക്കെ നൽകുന്ന ഒരു രീതിയിലേക്ക് പോകും. 10-12 വർഷം നല്ല നടപ്പൊക്കെ നടന്നു. അപ്പോൾ ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന പിന്നീട് ജീവപര്യന്തമായി മാറിയാൽ അവൾ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ 24 വയസ്സുള്ള ഈ പെൺകുട്ടി ഒരു 14 വർഷം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ അവൾക്ക് 38 വയസ്സേ ആണെന്നുള്ളൂ. അവളൊരു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, മടങ്ങിപ്പോവും. അങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലേ? ഇങ്ങനെ മാത്രമല്ലല്ലോ, ദയാഹർജി ഇല്ലേ പിന്നെ രാഷ്ട്രപതിയുടെ മുമ്പിൽ ഈ ജസ്റ്റിസ് KT തോമസിൻ്റെ ആത്മകഥയില്ലേ സോളമൻ്റെ തേനീച്ചകൾ, ഇത് മലയാളം വാരികയിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ എന്നെ വല്ലാതെ ആകർഷിച്ചൊരു ഭാഗം അതിൻ്റെ അകത്തുണ്ട്. എനിക്ക് തോന്നുന്നു രാഷ്ട്രപതി S രാധാകൃഷ്ണനോ മറ്റോ ആയിരുന്നപ്പോഴാണെന്ന് തോന്നുന്നുണ്ട്. ഒരു ഇൻസിഡൻറ്റ് ജസ്റ്റിസ് KT തോമസ് വിവരിക്കുന്നുണ്ട്. ഒരു ദയാഹർജി രാഷ്ട്രപതിയുടെ മുമ്പിൽ പോയിരുന്നു ഒപ്പിടാൻ വേണ്ടിയിട്ട്. വേറെയും ദയാഹർജികൾ ഉണ്ടാവുമല്ലോ വധശിക്ഷപ്പെട്ടത്. അദ്ദേഹം ഈ ഹൈ റേഞ്ചിലൊരു കേസിൻ്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞ് കൊണ്ടുവരുന്നത്. അങ്ങനത്തെ ഒരു പ്രതിയുടെയും കൂടി ഉണ്ടായിരുന്നു ഈ ദയാഹർജി. പക്ഷേ രാഷ്ട്രപതി വേറെ ഏതോ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇതിനു പകരം വേറൊരാളുടെ ദയാഹർജി അനുവദിച്ചുകൊണ്ട് ഒപ്പിട്ടു. അപ്പോൾ KT തോമസ് പറയുന്നത് അതായിരിക്കും ഈശ്വര നിശ്ചയം, അതിൽ നമുക്കൊന്നും പറയാനില്ല, അങ്ങനെയായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞൊരു ദയാഹർജിയുടെ കഥ. ഇങ്ങനെയാണ് എൻ്റെ ഓർമ്മയിൽ ഇത് കിടക്കുന്നത്, സോളമൻ്റെ തേനീച്ചകളിൽ പറയുന്നത്. അത് വേറൊരു തലത്തിലേക്ക് സംഗതികൾ പോയി. ഇതിലിപ്പോൾ എല്ലാം വ്യക്തിനിഷ്ഠമാണ്, അദ്ദേഹം കാണുമ്പോൾ അങ്ങനെയാണ് അപൂർവങ്ങളിൽ. പക്ഷേ എനിക്ക് ഇതൊക്കെ നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ക്രിമിനൽ പശ്ചാത്തലമുള്ള, മുമ്പ് ക്രിമിനൽ പശ്ചാത്തലം കൂടി ഉള്ള ഒരാളുടെ കേസിലാണല്ലോ ഈ അപൂർവങ്ങളിൽ അപൂർവം എന്നൊക്കെ പറയുന്നത്. അതെ അതെ. അപ്പോൾ ആ ക്രിമിനൽ പശ്ചാത്തലം മുമ്പ് ഈ കുട്ടിക്കുണ്ട് എന്ന് മുമ്പ് ഒരു ജ്യൂസ് ചാലഞ്ച് നടത്തിയതുകൊണ്ട് അങ്ങനൊരു നിഗമനത്തിൽ കോടതിക്ക് എത്താൻ കഴിയുമോ എന്നുള്ളത് അത് അപ്പീലിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പേരിയയിലൊക്കെ ഇരട്ടക്കൊല കേസിലൊക്കെ അതൊക്കെ അപൂർവങ്ങളിൽ അപൂർവം അല്ലേ? അപ്പോൾ അതെ, ജീവപര്യന്തം അതെ അല്ലേ, ഇരട്ട ജീവപര്യന്തം എന്നൊക്കെ പറയുന്നത്. അന്നും ആ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങൾ അല്ലേ, അമ്മയച്ഛനും ഒക്കെ അവർ നിരന്തരം ആവശ്യപ്പെട്ടു അപൂർവങ്ങൾ അപൂർവമാണ്, കൊല അല്ല മീൻസ് തൂക്കി കൊല്ലുക തന്നെ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ കോടതി വിധി നമ്മൾ മാനിക്കുന്നു അല്ലേ അവിടെയും ഇവിടെ. വധശിക്ഷയൊക്കെ സത്യത്തിൽ ഈ രാജ്യദ്രോഹ കുറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ രാജ്യത്തിനെതിരെയൊക്കെ ചാരപ്രവർത്തനം, ഇത് പാർലമെന്റ് ആക്രമണം, അല്ലേ, മറ്റുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ മാനസാന്തരത്തിന് അവസരം ഉണ്ടല്ലോ. കൽക്കട്ട കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാനസാന്തരം വരട്ടെ എന്നിവന്. ഈ കഞ്ചാവൊക്കെ അടിച്ചു നടക്കുന്നൊരുത്തനാണെന്നാണ്, അവൻ അവിടെയും മദ്യമൊക്കെ കൊണ്ടുവെക്കുന്നൊരുത്തനാണ് മാനസാന്തരത്തിന് അവസരം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഗ്രീഷ്മയും പൊട്ടിക്കറിഞ്ഞാണല്ലോ കോടതിയിൽ. മാനസിക വശം അവർക്കും ഉണ്ടല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.